പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ചായയല്ല പാലൊന്ന് കാച്ചിട്ട് കേട്ടോ. അപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് തന്നെ അതൊക്കെ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വിച്ചൂട്ടനും ദേവൂട്ടനും വേണ്ടിയിട്ടുള്ളതാണ്, എരിവൊക്കെ കുറഞ്ഞിട്ട്. അപ്പം ഞാൻ ആദ്യം അതൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ബാക്കി മീനൊക്കെ നമുക്ക് നല്ല എരിവൊക്കെ കൂട്ടി അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് അയലയുണ്ട്. അയല കറി വെക്കണം, കുറച്ച് വറക്കണം. ഈ വിച്ചൂട്ടനും ദേവൂട്ടനും മുട്ട കഴിക്കാൻ ഭയങ്കര മടുപ്പാട്ടോ. സ്കൂളിലാണെങ്കിലും തന്നു വിടണ്ട എന്നൊക്കെ പറയും. പിന്നെ ഞാൻ നിർബന്ധിച്ച് കൊടുത്തു വിടുന്ന. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് മുട്ട ബജി ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. കഴിച്ചോളുമായിരിക്കും എന്ന് കരുതിയിട്ട് അതിനുള്ള കടലമാവും കുറച്ച് കോൺഫ്ലോറും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് അതിൻ്റെ മാവൊന്ന് ശരിയാക്കി എടുക്കുവാണ്. പിന്നെ നമുക്ക് എരിവൊക്കെ കൂട്ടി കുറച്ച് മീൻ വറക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണേ. പിള്ളേർക്ക് മീൻ വറുത്ത് അതിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേന് പിന്നെ നമ്മൾ മീൻ അയലയും ഒഴുവൽ മീനും കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഫുള്ള് മീനിൽ മൊത്തം പിടിക്കും കേട്ടോ. അപ്പോൾ നല്ല നല്ല ടേസ്റ്റാണ്. അതൊന്ന് വറക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ മീൻ കറി വെക്കുവാണ്. അയല കറി വെക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാം വഴറ്റിയതിന് ശേഷം നമ്മൾ പിരിയൻ മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി അരച്ചത് ചേർക്കുന്നുണ്ട്. അപ്പം നല്ല പിരിയൻ മുളക് പൊടി ചേർക്കുമ്പോൾ തന്നെ നല്ല കൊഴുപ്പ് കിട്ടും. തക്കാളി പേസ്റ്റും കൂടെ ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല കുറുകിയിരിക്കും കറി. ചാറൊക്കെ ആക്കിയിട്ട് പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേന് കറിവേപ്പിലയും മീനും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട ബജി ഉണ്ടാക്കാൻ പോവുകയാണ്. മുട്ടയൊന്ന് നടുവേ ഒന്ന് മുറിച്ചിട്ട് മാവിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിച്ചൂട്ടനും ദേവൂട്ടനും ആ മാവ് തന്നെ അതിൽ നിന്ന് വലിച്ച് പറിച്ച് കഴിച്ചതിന് ശേഷമാണ് പിന്നെ മുട്ട കഴിച്ചത്. ഞാൻ അങ്ങനെ വെറുതെ ഉണ്ടാക്കണ്ടെന്ന് തോന്നിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.